കമലഹാസൻ നായകനായി അഭിനയിച്ച തഗ് ലൈഫ് കണ്ട് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിരുന്നതിന് ശേഷം ഞാൻ രണ്ടാമത്തെ സിനിമയ്ക്ക് കൂടി തിയേറ്ററിലേക്ക് പോയി. ഇന്ന് രണ്ടാമത് കണ്ട മലയാള സിനിമ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന സിനിമയാണ്. സണ്ണി വെയിനും സൈജു കുറുപ്പും അപർണ ദാസും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഫെബി ജോർജ് സംവിധാനം ചെയ്ത സിനിമയാണ്. ജോമൻ ജോൺ, ലിൻറ്റോ ദേവസ്യ, റോഷൻ മാത്യു തുടങ്ങിയവരാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ഷാൻ റഹ്മാനാണ് സിനിമയ്ക്ക് സംഗീതം പകർന്നിട്ടുള്ളത്. സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ആകെ മൊത്തത്തിൽ ഒരു നിരാശ എനിക്ക് സമ്മാനിച്ച സിനിമയായിരുന്നു. പോസിറ്റീവ്സിൽ ആരംഭിക്കാനാണെങ്കിൽ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് അവസാനത്തെ ഒരു 15-20 മിനിറ്റ് സമയമാണ്. അത് അങ്ങനെ സ്പെഷ്യൽ ആവുന്നതിൻ്റെ കാരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ സീനിൽ പെർഫോം ചെയ്യുന്നൊരു കൊച്ചുകുട്ടിയുണ്ട്. ആ കുട്ടിയിൽ നിന്ന്, ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു പെർഫോമൻസ് തുടക്കം മുതലുണ്ടായിരുന്നു. ആ കുട്ടി വളരെ കൺവിൻസിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പെർഫോമൻസ് സാധനം അതിന് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കട്ട്സൊക്കെ വരുന്ന ആ ഒരു പ്ലേസ്മെൻറ്റ്, മ്യൂസിക്, അവിടെ ബാക്കിയുള്ളവരുടെയും കൂടി പെർഫോമൻസ് എല്ലാം കൂടി ചേരുമ്പോഴേക്കും അത്രയും സമയം ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ അതിലൊരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട്. കാരണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരെ കണ്ടു പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ഒരു ഇമോഷണൽ പരിപാടികൾ അതൊക്കെ എനിക്ക് വല്ലാണ്ട് കണക്റ്റായി. പിന്നെ ഒരു പോസിറ്റീവ് പറയാനാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു പയ്യൻ വരുന്നുണ്ട്, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പയ്യൻ. അവൻ അത്യാവശ്യം രസമായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ ബാക്കിയുള്ള ഘടകങ്ങളൊന്നും എന്നെ അത്രയധികം ആകർഷിച്ചിട്ടില്ല. സിനിമ ആരംഭിക്കുന്നത് ഒരു സംവിധായകൻ ദൈവമില്ല എന്ന് പറഞ്ഞ് പുള്ളി ഒരു പടം ചെയ്തു, പടം ഹിറ്റായി. അതിനുശേഷം ആ ഫസ്റ്റ് പടം ഹിറ്റായി, ബാക്കി 2 പടങ്ങളും പൊട്ടി. ഇതൊക്കെ ട്രെയിലറിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ 2 പടം പൊട്ടി കടം കയറി നിൽക്കുന്ന സംവിധായകൻ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ആകാശത്തേക്ക് നോക്കി മിഡിൽ ഫിംഗർ കാണിക്കുന്നു, ദൈവത്തിനെ വെല്ലുവിളിക്കുന്നു. ഇത് കണ്ട് ഈഗോ ഹേർട്ടായ ദൈവം പിന്നീട് അത് അങ്ങനെയല്ല എന്നുള്ള രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈഗോ ഹേർട്ടായ അതും കാണിക്കുന്നുണ്ട്. ഭൂമിയൊക്കെ കഴിഞ്ഞ്, സൗരയൂഥം കഴിഞ്ഞ്, ഗാലക്സി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയി ഏതോ ഒരു മാജിക്കൽ പറമ്പിലിരിക്കുന്ന ദൈവത്തിന് അപ്പം തന്നെ ഇവൻ്റെ ബുക്ക് എടുത്ത് തുറക്കാൻ തോന്നി. അങ്ങനെ ബുക്കൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നുന്ന പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയിൽ മനുഷ്യന്മാരും ദൈവങ്ങളും കൂടി നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പാഠങ്ങളിൽ ചിലതെടുത്ത് നോക്കുകയാണെങ്കിൽ, ഒന്ന്, കടം കൊടുത്ത പൈസ പ്രതീക്ഷിക്കാതിരിക്കുക. കാരണം നമ്മൾ ആ കടം കൊടുത്ത പൈസ തിരിച്ചു വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആ പൈസ കൊണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണല്ലോ. അപ്പോൾ നമ്മളത് മറന്നേക്കണം. അത് ഇവനൊരു 10 ലക്ഷം രൂപയാണെങ്കിലും കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവർ ബുദ്ധിമുട്ടിലായിപ്പോൾ. പറ്റുകയാണെങ്കിൽ കടം കൊടുത്ത കാര്യം അങ്ങോട്ട് മറന്നു കളയാം. മറ്റൊന്ന്, ഈ കള്ളക്കേസ് കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ പോക്സോ കേസൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടിയാൽ പോലും നമ്മളതും ക്ഷമിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോറിയൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് പിരിയണം. അങ്ങനെയൊക്കെയുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ചില മെസ്സേജുകൾ സിനിമ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന രസകരമായൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, സാധാരണ നമ്മൾ ഈ ജനനവും മരണവും ഒക്കെ ദൈവത്തിൻ്റെന്നാണല്ലോ പറയാം. പക്ഷേ ഈ സിനിമയിൽ ദൈവം ഒരു വഴിക്ക് നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ അമർ അക്ബർ അന്തോണിയിൽ പിഷാരടി നടക്കണ പോലത്തെ സാഹചര്യത്തിന് മാച്ച് ആവാത്ത ഡ്രസ്സ് ഇട്ട് നടക്കും. മരണം ഒരു സാധാരണ ഷർട്ടും ജീൻസും ഒക്കെ ഇട്ട് ബുള്ളറ്റിൽ വരും. മരണവും ദൈവവും തമ്മിൽ ഇടക്കിടക്ക് കണ്ണ് കോർക്കുന്നുണ്ട്. ദൈവം രക്ഷിക്കുമ്പോൾ മരണത്തിന് ദേഷ്യം വരുന്നുണ്ട്. ഇതൊക്കെ സിനിമ തുടങ്ങി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഒരു വലിയൊരു ട്വിസ്റ്റ് പോലെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിലെനിക്ക് ഈ ആർട്ട് ആൻഡ് VFX അവർ ചെയ്തിരിക്കുന്നതൊക്കെ നന്നായിട്ട് തോന്നി. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ഈ ദൈവത്തിൻ്റെ വീട്ടിലൊരു ലൈബ്രറി പോലെയുണ്ട്. ഹോളിവുഡ് സിനിമകളിലൊക്കെ പൊതുവേ നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത്. ഒത്തിരി സാധനങ്ങളുള്ള വലിയ ലൈബ്രറിയൊക്കെ ഉള്ള ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഈ ലൈബ്രറിയിൽ ബുക്ക് ഷെൽഫുണ്ട്. ഷെൽഫിലാണ് ബുക്കുകൾ ഇരിക്കുന്നത്. പക്ഷേ ഷെൽഫിൻ്റെ ആവശ്യം എനിക്ക് മനസ്സിലായില്ല. കാര്യം ഷെൽഫിലല്ല ബുക്ക് നിൽക്കുന്നത്, ബുക്ക് എയറിലാണ് നിൽക്കുന്നത്. ദൈവം ഇങ്ങനെ കൈകൊണ്ട് ചൂണ്ടുമ്പോൾ ബുക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവിടെ ഒരു ഷെൽഫുള്ളത്? പുസ്തകങ്ങൾ അങ്ങനെ തന്നെ ഏറെ നിന്നോളൂല്ലേ. അതുപോലെ ദൈവം പറയുന്നുണ്ട് വിധി മാറ്റാൻ പറ്റൂല. എന്നിട്ട് പുള്ളി ഓടി നടന്ന് എല്ലാവരുടെയും വിധി മാറ്റും. അങ്ങനെയൊക്കെയുള്ള പലതരത്തിൽ, അതായത് ഒരുപാട് കോൺഫ്ലിക്റ്റുകളുള്ള, ഞാൻ പറയുന്നത് ലോജിക്കൽ മിസ്റ്റേക്കിനെ കുറിച്ചല്ല. ഇതൊരു ഫാൻറ്റസി പരിപാടിയാണ്. ഇവിടെ ലോജിക്കിനെ നിരക്കാത്ത കാര്യങ്ങളുണ്ടാകും. ദൈവം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ അവതരിപ്പിക്കുമ്പോൾ തന്നെ നമ്മളത് പ്രതീക്ഷിക്കാൻ വേണം. ഇത് ഭയങ്കര കോൺട്രഡിക്റ്റിംഗാണ് പറയുന്നത്, പ്രവർത്തിക്കുന്നത്, പിന്നെ എന്തോ നന്മ പോലെയൊക്കെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, അതൊക്കെ ഭയങ്കര കോമഡി പരിപാടികളായിപ്പോയി. മറ്റേ ഉണക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരഞ്ഞ് മുറിപ്പെടുത്തുന്ന ആളാണ് ദൈവം എന്നൊക്കെ പറയുന്നതിൻ്റെ കുറേ കാര്യങ്ങൾ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലൊക്കെ ഉണ്ട്. ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ സമയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കുറേ വരഞ്ഞിട്ട ജന്മങ്ങളെ നമുക്ക് കാണിച്ചു തരും. നമുക്കറിയാം ഇവരെയൊക്കെ ദൈവം ഏതെങ്കിലും രീതിയിലൊക്കെ രക്ഷപ്പെടുത്തുമായിരിക്കും. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണല്ലോ. എന്തായാലും വരഞ്ഞിട്ടതുപോലെ തന്നെ പുള്ളി മുറി ഉണക്കാനുള്ള മരുന്നും കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോയി അവസാനത്തെ ഒരു 1/2 മണിക്കൂർ തരക്കേടില്ലാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. സൈജു കുറുപ്പ് എന്നെ സംബന്ധിച്ചൊരു ഓക്കെ സൈജു കുറുപ്പ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മാനറിസം പരിപാടികൾ ഒക്കെ തന്നെയാണുള്ളത്. പക്ഷേ ദാറ്റ് വാസ് ഓക്കെ. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ വളരെ ബെറ്റർ ആവുന്നുണ്ടായിരുന്നു. സണ്ണി വെയിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ അയാൾ ഒട്ടും കൺവിൻസ്ഡ് അല്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ 2 പേരിങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്ന സണ്ണി വെയിനെ കാണുന്നുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് ബ്രോ, ഇങ്ങനെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നിർത്തിയെടുത്തതുപോലെ ഞാനിത് ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായി എനിക്ക് കണ്ടപ്പോൾ. അപർണ ദാസ് അവർ എല്ലാ സിനിമകളിലും ഉള്ളതുപോലെ തന്നെ ഒരൊറ്റ എക്സ്പ്രഷനിലാണ് പോകുന്നത്. ക്ലൈമാക്സിലേക്ക് വരുമ്പോഴുള്ള ഒരു കരച്ചിലിൻ്റെ കുറച്ച് സാധനങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ
ഇവർ ഭർത്താവിനോട് വളരെ സീരിയസ് ആയിട്ട് വഴക്കിടുമ്പോൾ ഇവർ ചിരി അടക്കാൻ പാടുപെട്ടിട്ട് ചെയ്യുന്നത് പോലെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. അവരുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരിയുടെ എലമെന്റ് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തു പോകും. പക്ഷേ ക്യാരക്ടറുടെ മൂഡ് വേറെ. പിന്നെ എടുത്തു പറയേണ്ടത് ഷാൻ റഹ്മാന്റെ സംഗീതമാണ്. ഒരു 5 വർഷത്തേക്കുള്ള മ്യൂസിക് ഒറ്റ സിനിമയിൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന പോലെ എല്ലായിടത്തും മ്യൂസിക്കാണ്. ഒരു ഡയലോഗ് പറഞ്ഞ് തീരുമ്പോഴും തുടങ്ങുമ്പോഴും ഒക്കെ മ്യൂസിക്കും ബിറ്റും മറ്റേ കുറേ ട്യൂണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സിനിമയുടെ തുടക്കമൊക്കെ പല സിനിമകളും കാണുമ്പോൾ ഉള്ളൊരു സംഭവമാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഇമോഷണൽ കണക്റ്റും ഉണ്ടാവില്ല, നമുക്കൊരു ഹ്യൂമറും വർക്കാവുന്നുണ്ടാവില്ല, ഇവരെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നും. പക്ഷേ മ്യൂസിക് ഇങ്ങനെ പടച്ച് പോകുക എന്ന് പറയില്ലേ, ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമയിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര, അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് നമുക്കിതെല്ലാം സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പോലെ തോന്നി. വിഷ്വൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും കുറച്ച് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യും. ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ ഒരു ഡ്രോൺ ഷോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്തു വെക്കുന്ന പോലെ. എന്നാൽ അതേസമയം മോശമൊന്നും പറയാനില്ല, ഇങ്ങനെ കണ്ടിരിക്കാം. ഈ സിനിമയുടേതായിട്ടുള്ളൊരു ബഡ്ജറ്റിനൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ കഥയിലേക്ക് വരുമ്പോൾ അതിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും നന്മയെ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദൈവത്തിന് ഇത്രയും ബോധമില്ലേ എന്ന് ചോദിക്കാൻ തോന്നുന്നില്ല, ദൈവത്തിനോട് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് എനിക്കിതൊരു ബിലോ ആവറേജ് അനുഭവമായിട്ട് ഫീൽ ചെയ്ത്. പക്ഷേ സിനിമ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ഒരു പക്ഷേ ഈ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാണ് ദൈവം, ഇങ്ങനെ ആയിരിക്കണോടാ ദൈവം എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായെന്ന് വരും. സിനിമ ഒരു ഗംഭീര അനുഭവമായി മാറിയെന്ന് വരിക്കും. തിയേറ്ററിൽ കണ്ട് തന്നെ അത് നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.